സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുന്നത് അക്ഷയ്. നമ്മൾ കോഴിക്കോടിന്റെ ആവേശം കണ്ടു. കാരണം ചെറിയൊരു തിരിച്ചടിയാണെങ്കിൽ പോലും വലിയ ആവേശം. അതിന്റെ ആദ്യ പകുതിയിൽ ഒന്ന് ജപ്പാന്റെ ആദ്യ ഗോളടിച്ച ശേഷം ജപ്പാന് മുന്നിൽ പതറുന്ന ബ്രസീലിനെയാണ് കണ്ടതെങ്കിൽ ആ രണ്ടാം പകുതിയിൽ അതിൽ നിന്ന് സടകുടഞ്ഞെഴുന്നേൽക്കുന്ന മുൻ ചാമ്പ്യന്മാരെയാണ് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് രണ്ടാം പകുതി തുടങ്ങിയത് മുതൽ തുടർച്ചയായി ബ്രസീൽ ആക്രമണം തുടർന്നു. 56-ാം മിനിറ്റിൽ അങ്ങനെ കാസിമറോയിലൂടെ ഗബ്രിയേലിന്റെ ക്രോസിലൂടെ കാസിമറോ ഹെഡറിലൂടെ ആ ഗോൾ മടക്കി. അതിന് തൊട്ട് മുമ്പൊരു ഗോളിലേക്ക് എത്തിയെന്ന് ഉറച്ചൊരു നിമിഷമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പെനാൽറ്റി ബോക്സിലെ കുട്ടപ്പൊരിച്ചിലിനൊടുവിൽ പന്ത് ഗോൾവർ ലക്ഷ്യമാക്കി നിന്നെങ്കിലും ആദ്യം ജപ്പാന്റെ പ്രതിരോധ താരം അത് തട്ടി. അതിനുശേഷം ഗോൾ കീപ്പറുടെ ദേഹത്ത് തട്ടി ആ പന്ത് തെറിക്കുകയായിരുന്നു. അതിന് ഒരു നിരാശപ്പെട്ട ശേഷം തൊട്ടടുത്ത മിനിറ്റ് തന്നെ കാസിമേറയുടെ കിടിലിന് ഒരു ഗോളിലൂടെ തിരിച്ചടിച്ച് അതിനുശേഷം വിനീഷ്യസ് ജൂനിയറിലൂടെ ഒരു ഗോൾ ലീഡ് എടുക്കുമെന്ന് തോന്നിച്ചിരുന്നു. പ്രതിരോധ നിരയെ ആകെ വെട്ടിച്ചുകൊണ്ട് അകത്ത് കയറി വിനീഷ്യസ് ഷോട്ട് അടിച്ചെങ്കിലും പക്ഷേ ഗോൾ കീപ്പറുടെ കയ്യിൽ തട്ടി പോസ്റ്റിൽ തട്ടി മാറുകയായിരുന്നു. ആ രണ്ടാം പകുതിയിൽ ജപ്പാൻ മുഴുവൻ സമയം പ്രതിരോധത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് ഗോൾ വഴങ്ങുന്നത് വരെ കണ്ടത്. ആദ്യ പകുതിയിൽ ആ ഗോളിൽ ലീഡ് പിടിച്ച് മത്സരം അവസാനിപ്പിക്കാൻ അതവരുടെ തന്ത്രം. പക്ഷേ ആ ഗോൾ തിരിച്ചടിച്ചതോടെ ജപ്പാനും തന്ത്രങ്ങൾ മാറ്റി. തുടർച്ചയായ കൗണ്ടർ അറ്റാക്കുകളിലൂടെ ജപ്പാനും ഇപ്പോൾ കളിയിൽ മുന്നിട്ട് നിൽക്കുകയാണ്. നിലവിൽ ഇപ്പോൾ രണ്ട് ടീമുകളും ഓരോ ഗോൾ നേടിയിട്ട് ആവേശകരമായ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.